അപ്പോൾ ഇത് ഏതിലായിരിക്കും ചെയ്യാൻ എളുപ്പം? ഫോട്ടോഷോപ്പിലായിരിക്കുമോ ഇൻഡിസൈനിലാണോ ചെയ്യാൻ എളുപ്പം? ഇത് നോക്കണ്ട, ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട. ബാക്ക്ഗ്രൗണ്ടിനകത്ത് നമ്മൾ ഫോട്ടോഷോപ്പിൽ തന്നെ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ നമ്മൾ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഡ്രോപ്പ് ഷാഡോ കൊടുത്ത് വെച്ചിരിക്കുകയാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ഈ ഒരു ലോഗോ എന്ന് വെച്ചിരിക്കുന്ന ഈ ഒരു സംഭവം നമുക്ക് ആദ്യം ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സംഭവത്തിന് ഇതിൻ്റെ അകത്തോട്ട് കൊണ്ടുവരാം. Ctrl+C അടിച്ചിട്ട് ഒരു ന്യൂ ഫയൽ എടുത്തു. അതിനെ നമുക്ക് ഇഞ്ചസിലോട്ട് മാറ്റാം. 8:11 ആക്കി. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് ഇമ്പോർട്ട് ചെയ്യാമേ. ഫയൽ പ്ലേസ് Ctrl+V അടിച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് പേസ്റ്റ് ചെയ്യുക ഇവിടെ. കാരണം നമുക്കത് കാണാൻ വേണ്ടിയിട്ട് മാത്രം പുറത്തങ്ങ് പ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ റെഫറൻസ് എടുക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഓരോന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് എന്താണ് വേണ്ടത്? ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്തൊരു ബ്ലൂ കളറാണ്. അപ്പോൾ ഞാനിതിനൊന്ന് Ctrl- അടിക്കുന്നു. ഇവിടെ സെലക്ട് ചെയ്യുന്നു. റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് മൊത്തത്തിൽ ഇങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ഒരു പിക്ക് ടൂൾ ഉണ്ടല്ലോ, ഐ ഡ്രോപ്പർ ടൂൾ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് പിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കളറ് നമുക്കിതിലോട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ എക്സാക്റ്റ് നമുക്ക് എന്താണ് ആ റെഫറൻസിൻ്റെ കളർ തന്നെ കൊണ്ടുവരാം. ഓക്കെ, ഇനി ഇത് സെലക്ട് ചെയ്യുക, Ctrl+L ഫോർ ലോക്ക്. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ അകത്തൊരു എന്താണ് ഒരു വട്ടമുണ്ട്. ആ വട്ടത്തിൻ്റെ അകത്താണ് ഈ ഒരു പിക്ചർ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. നോക്കിയേ, Ctrl+ അടിക്കുമ്പോൾ ഈ ഒരു വട്ടത്തിൻ്റെ അകത്താണ്. വട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സാധാരണ ഒരു റൗണ്ടാണ്. റൗണ്ടിന് സ്ട്രോക്കാണ് കൊടുത്തിരിക്കുന്നത്, ഒരു യെല്ലോ കളർ സ്ട്രോക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പിക്ചർ എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇൻഡിസൈൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു പിക്ചർ നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു പിക്ചർ എടുക്കാം. Ctrl+C അടിച്ച് വെച്ചിട്ട് നമ്മളെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു റൗണ്ട് ഷേപ്പ് എടുക്കുക എന്നുള്ളതാണ്. ഒരു എലിപ്സ് ടൂൾ എടുക്കുക. ഓക്കെ, ആ എലിപ്സ് ടൂളിന് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു സ്ട്രോക്ക് കൊടുക്കുക. അതിന് മുന്നേ വിൻഡോയ്ക്കകത്ത് വർക്ക് സ്പേസിൻ്റെ അകത്ത് എസെൻഷ്യൽ ക്ലാസിക് ആക്കുക. അതാകുമ്പോൾ നമുക്ക് എല്ലാ മെനൂസും നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, എന്നിട്ട് നമുക്ക് സ്ട്രോക്ക് കൊടുക്കാം. അതായത് ഉണ്ടല്ലോ റൈറ്റ് സൈഡിൽ സ്ട്രോക്കിൻ്റെ ഇത് നമുക്ക് കാണാം. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സ്ട്രോക്കിൻ്റെ കളർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്യുക, ഏത് കളറാണെന്ന് പറഞ്ഞാൽ ആ ഒരു കളർ. സോറി, ഇത് ഫില്ലായിപ്പോയി, സ്ട്രോക്ക് താഴെയാണ്. ഇപ്പം നോ ഫിൽ കൊടുത്തിട്ട് നമുക്ക് സ്ട്രോക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, സ്ട്രോക്കിൻ്റെ അകത്ത് നമുക്ക് സ്ട്രോക്കിൻ്റെ ഇത് നമുക്ക് മാക്സിമം ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സ്വല്പം കൂടെ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇൻക്രീസ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഒന്ന് പിക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, കളർ മാറിയതുണ്ടല്ലോ. അപ്പോൾ റെഫറൻസിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കളറിനെ നമുക്ക് പിക്ക് ചെയ്യാം. W അടിച്ച് നോക്കി കഴിയുമ്പോൾ സംഭവം ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിനെ ഒരു എന്താണ് ആ ഒരു പിക്ചറിനെ പ്ലേസ് ചെയ്യണം. ഫയൽ പ്ലേസ്, നമുക്ക് ഏത് ഇതാണെന്ന് പറഞ്ഞാൽ അത് അതിലോട്ട് പ്ലേസ് ചെയ്യുക. ഇവിടെ സെലക്ട് ചെയ്തിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതിനെ ക്ലോസ് ചെയ്തിട്ട് ഇവിടെ സെലക്ട് ചെയ്യുക, ഓട്ടോ ഫിറ്റ് ചെയ്ത് കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇനി ഇതെന്താണ്, ഇതൊരു ഫ്രെയിമാണ്. ഫ്രെയിം ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് തന്നെ ഡ്രാഗ് ചെയ്തിട്ട് കറക്റ്റ് പൊസിഷനിൽ കൊണ്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഈ പൊസിഷനിലാണ്, ഈ പൊസിഷനിൽ വെക്കുകയാണ്. ഞാൻ കുറച്ച് ക്വാളിറ്റി കുറച്ചിട്ടിരിക്കുകയാണ്. ക്വാളിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി കൂട്ടാം. അതുപോലെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഫിറ്റിങ്ങിൻ്റെ അകത്ത് നമുക്ക് കണ്ടൻറ്റ് അവെയർ ഫിറ്റ് കൊടുക്കാം. കറക്റ്റായി ഫിറ്റായിരിക്കും കണ്ടൻറ്റ് അവെയർ കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിതിൻ്റെ അകത്ത് വ്യൂവിൻ്റെ അകത്ത് ഡിസ്പ്ലേ പെർഫോമൻസിൻ്റെ അകത്ത് ഹൈ ക്വാളിറ്റി ഡിസ്പ്ലേ ആക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ക്വാളിറ്റി കിട്ടുള്ളൂ. ഈ പിക്ചറിന് അത്രയും ക്വാളിറ്റി ഇല്ല. ഞാൻ ഇപ്പോൾ എടുത്ത പിക്ചറിന് അത്ര ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് പിക്ചറിന് ക്വാളിറ്റി ലോസ് കാണിക്കുന്നത്. അപ്പോൾ തൽക്കാലം കുഴപ്പമില്ല, അങ്ങനെ ഇരുന്നോട്ടെ. ഇല്ലെങ്കിൽ ഇത് ഹൈ ക്വാളിറ്റി ആണെങ്കിൽ കറക്റ്റായിട്ടുള്ള ക്വാളിറ്റി പിക്ചർ കാണിക്കും. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഇരുന്നോട്ടെ. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ അകത്തൊരു ലോഗോ എന്ന് ടൈപ്പ് ചെയ്യുക. അതിന് മുന്നേ ഇതിൻ്റെ അകത്ത് 2 ലൈൻസ് ഉണ്ട്. കണ്ടോ, കുറുകന ഒരു ലൈനും ബാക്കിൽ ഒരു ലൈനും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു കറക്റ്റ് ഡിസ്റ്റൻസ് ഒന്ന് പിടിക്കാം. വേണമെന്നുണ്ടെങ്കിൽ സ്ട്രോക്കിനെ 10 എന്നുള്ളത് നമുക്കൊന്ന് 8 ആക്കാം. 8 എന്നുള്ളതൊരു 5 ആക്കാം. 5 തീരെ കുറഞ്ഞു പോയി അല്ലേ, ഇപ്പോൾ 8 ആക്കുക. ഓക്കെ, W അടിച്ച് നോക്കുക. ഓക്കെ, എന്നിട്ട് നമുക്കൊരു റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നു. അതിന് മുന്നേ ഒരു കാര്യം, ഇവിടെ സെലക്ട് ചെയ്യുന്നു, Ctrl+L ഫോർ ലോക്ക്. കണ്ടോ, എല്ലാത്തിനും ലോക്ക് ചെയ്ത് പോവുക. അതാണ്ട് ലോക്കിൻ്റെ സിമ്പിൾ വന്നാണ്ട് ഇവിടെ നോക്കിയേ, ലോക്ക് എല്ലാത്തിനും നമുക്ക് ലോക്കിൻ്റെ സിമ്പിൾ വരും. ഇനി ഇതിൽ സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഐ ഡ്രോപ്പർ ടൂൾ എടുത്തിട്ട് സ്വല്പം കൂടെ നീങ്ങുക, ഇവിടെ പിക്ക് ചെയ്ത് കൊടുക്കുക. സെലക്ഷൻ ആയിട്ടില്ല. സെലക്ഷൻ ആയതിന് ശേഷം മാത്രമേ നമ്മൾക്ക് കളർ കൊടുത്താൽ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ സ്ട്രോക്കാണ്, അതാണ് പ്രശ്നം. നമുക്കതിനെ ഫില്ലാക്കുക. നോ സ്ട്രോക്ക് കൊടുത്തിട്ട് നോ സ്ട്രോക്ക് ഫില്ലെടുത്തിട്ട് ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിനെടുക്കുക, ഐ ഡ്രോപ്പർ ടൂൾ വെച്ചിട്ട് പിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ കറക്റ്റായല്ലോ.
ഇനി നമുക്കിതിനെ മൂവ് ചെയ്തിട്ട് സെലക്ട് ചെയ്ത് ഇങ്ങനെ വയ്ക്കുന്നു. അങ്ങ് അറ്റമുള്ള പൊസിഷൻ വരെ നമുക്ക് മൂവ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്യുന്നു. നമ്മുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റം വരെ വരും അല്ലേ, ഇത്രയും അങ്ങ് അറ്റം വരെ വരും. അപ്പോൾ ഇതിൻ്റെ ലോക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, F7 അടിക്കുക. F7 അടിച്ചിട്ട് നമുക്കതിൻ്റെ ലോക്ക് മാറ്റാം. ഓക്കെ, F7 അടിക്കുന്നു, ഇത് ഓപ്പൺ ചെയ്യുന്നു, ഇതിൻ്റെ ലോക്ക് ഞാൻ മാറ്റുന്നു. ഓക്കെ, എന്നിട്ട് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ഇതിൻ്റെ താഴെ ഇട്ട് കൊടുക്കുക, മൂവ് ചെയ്യുക. ഇതിൻ്റെ പുറത്ത് പോയാലും കുഴപ്പമില്ല. ഇവിടെ സെലക്ട് ചെയ്തിട്ട് സ്വല്പം കൂടെ മൂവ് ചെയ്തിട്ട് ഏകദേശം ഈ ഒരു ഏരിയക്കകത്ത് ഞാൻ വെച്ച് കൊടുത്തേ. ഇനി W അടിച്ച് നോക്കിയേ, കറക്റ്റായില്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചതേ ഉള്ളൂ. ഓക്കെ, അടുത്തത് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി. ഓൾട്ട് ഹോൾഡ് ചെയ്യുക, മൂവ് ചെയ്യുക. റൊട്ടേഷന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് വേറെ ടൂൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് റൊട്ടേറ്റ് ചെയ്ത് കറക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ടൂൾ. ഏതാ അതിൻ്റെ ടൂൾ? റൊട്ടേറ്റ് ടൂൾ. ഇതാ ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആംഗിൾ ഏതാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെച്ചിട്ട് ആംഗിൾ നമുക്കിപ്പോൾ 180 ആണെങ്കിൽ 180 അടിച്ചാൽ കറങ്ങി വരും. ഓക്കെ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇതിനെ പിടിച്ച് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അതാ ഈ ഒരു ആക്സസിൽ വീണ്ടും മൂവ് ചെയ്തിട്ട് ഇവിടെ വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളിതിൻ്റെ പുറത്തോട്ട് പോകുന്നത് ഞാൻ വീണ്ടും പറയണം, ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം W അടിക്കുമ്പോൾ അത് ആക്ച്വലി കട്ടായിക്കോളും. കണ്ടോ, ഇത്രയും ഓക്കെ അല്ലേ? സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ സ്വല്പം കൂടെ നമുക്കൊന്ന് മൂവ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണ്, ഇതിൻ്റെ അകത്ത് ലോഗോ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്യുന്നു. അതിൻ്റെ കളർ എന്തായിരിക്കണം? വൈറ്റ് ആയിരിക്കണം. വൈറ്റിൻ്റെ അകത്ത് നമുക്ക് ലോഗോ, ക്യാപ്സ് ലോക്കിൽ ലോഗോ ഒന്ന് ടൈപ്പ് ചെയ്തു, ഫുൾ സെലക്ട് ചെയ്തു, ഡബിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് നമുക്കതിൻ്റെ ഏതാണ് ഒരു നല്ല ഫോണ്ട് നോക്കിയിട്ട് ആ ഒരു ഫോണ്ട് നമുക്ക് ലോഗോയ്ക്ക് കൊടുക്കാം. ഓക്കെ, ഇതാണെങ്കിൽ ഇത് മതി, കുഴപ്പമില്ല. സെലക്ട് ചെയ്യുക, ഫുൾ സെലക്ട് ചെയ്യുക. ഇതിൻ്റെ വിഡ്ത്തും ഇത് നമ്മൾ മാക്സിമം വലുതാക്കി വയ്ക്കുക. ഒരു കാര്യം കൂടെ പറയുകയാണ്, ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എഡിറ്റിംഗ് കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്താക്കി വയ്ക്കാവുള്ളൂ, അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഔട്ട്ലൈനായിട്ട് കൺവേർട്ട് ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ഔട്ട്ലൈനായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇതിൻ്റെ ഒരു ബാക്കപ്പ് എന്ന രീതിയിൽ ഒരെണ്ണം എടുത്ത് വെച്ചതിന് ശേഷം ഇത് സെലക്ട് ചെയ്തിട്ട് Ctrl+Shift+O എന്താണ് ഔട്ട്ലൈൻ, എന്നിട്ട് ഞാൻ ഷിഫ്റ്റും ഓൾട്ടും ഹോൾഡ് ചെയ്ത് ഇതിനങ്ങ് മൂവ് ചെയ്തു. ഓക്കെ, ലോഗോ. ഇനി ഞാൻ W അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇനി ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ സ്വല്പം കൂടെ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് സ്വല്പം കൂടെ അങ്ങ് ചെറുതാക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു പൊസിഷനിലേക്ക് ഇതാ വെച്ചു. ഓക്കെ, ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സംഭവം കൂടെ നമുക്ക് വയ്ക്കുക. സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പോളിഗണൽ ടൂളുകളും എടുത്തിട്ട് സെലക്ട് ചെയ്ത് അതിൻ്റെ അകത്ത് ഈ ഒരു സെയിം കളർ പിക്ക് ചെയ്ത് കൊടുക്കുക. അത് ഫില്ലാണെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക, അല്ലെങ്കിൽ ഫ്ലിപ്പ് ചെയ്ത് കൊടുത്താലും മതി. സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഏരിയയ്ക്കകത്ത് ഡ്രാഗ് ചെയ്യുക. W അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ ഇതാ സ്വല്പം കൂടെ താഴ്ത്തണമെന്നുണ്ടെങ്കിൽ താഴ്ത്താം, സ്വല്പം കൂടെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം, അല്ല തിരിക്കണമെന്നുണ്ടെങ്കിൽ തിരിക്കാം. സംഭവം കഴിഞ്ഞു. ഓക്കെ, കുറച്ചും കൂടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പെറ്റൂളൊക്കെ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം ഇങ്ങനെ വയ്ക്കുന്നേ ഉള്ളൂ. ബാക്കി എന്ത് ഏരിയക്കകത്ത് വേണമെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ചെയ്യാം. ഓക്കെ, താഴെയാണെങ്കിൽ താഴോട്ട് വയ്ക്കുക, W അടിക്കുക. ഓക്കെ, ഇനി മെയിനായിട്ട് നമുക്ക് എഴുതേണ്ട കാര്യങ്ങളാണുള്ളത്. ടേക്ക് എവരി ചാൻസ്. സോ അതിനാണ് ഞാൻ എൻ്റെ ബാക്കപ്പ് വെച്ചത്. ടേക്ക് എവരി. അപ്പോൾ ഇതിൻ്റെ അത് ഗ്യാപ്പ് കുറച്ചും കൂടെ ഉണ്ട്. മൂവ് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, ചാൻസ് താഴെ എഴുതി കൊടുക്കുക, ANCE. ഓക്കെ, ഇതിന് മാത്രം ഈ ഒരു കളർ. സോ ഇത് മാത്രം പിക്ക് ചെയ്യുക. ഐ ഡ്രോപ്പർ ടൂൾ എടുത്തിട്ട് അതേ കളർ ഇവിടെ പിക്ക് ചെയ്ത് വെച്ച് കൊടുക്കുക. ഓക്കെ, വേണമെങ്കിൽ ഫോണ്ട് ഇപ്പം തന്നെ മാറ്റുക. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫോണ്ട് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ഫോണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം മാറ്റുക. ടേക്ക് എവരി ചാൻസ്. അപ്പോൾ ഇത് ഏതാണ് ഫോണ്ട് നോക്കുക, 20th century ഫോണ്ട്. ഓക്കെ, ഓക്കെ, ഈ ചാൻസ് മാത്രം സെലക്ട് ചെയ്തിട്ട് ചാൻസ് നമുക്കൊന്ന് വലുതായി കൊടുക്കാം. ഓക്കെ, ഈ ഒരു അലൈൻമെൻറ്റിൽ ഞാൻ വെച്ചേ. ഓക്കെ, അപ്പോൾ ഇത്രയായി ഡ്രോപ്പ് എവരി ഫിയർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കത് ഇതിൻ്റെ തന്നെ കോപ്പി എടുക്കാം. സെലക്ട് ചെയ്തിട്ട് ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് മൂവ് ചെയ്ത് ഇവിടെ വെച്ചിട്ട്
ഡ്രോപ്പ് എവരി ഫിയർ ഇവിടെ സെലക്ട് ചെയ്യുക. ഇതിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ കറക്റ്റ് അലൈൻമെൻറ്റിനനുസരിച്ച് വെച്ച് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൺവേർട്ട് ചെയ്യാമേ. കൺട്രോൾ ഷിഫ്റ്റ് ഓ കണ്ടോ, അതാകുമ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഇപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഡോട്ട് ഉണ്ട്, ഡോട്ട് ഇടാൻ പറ്റില്ല, അതാണ് പ്രശ്നം. കണ്ടോ, ഡോട്ട് ഒരു പ്രാവശ്യം എഡിറ്റ് ചെയ്ത് പോയാൽ പിന്നെ രക്ഷയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അടുത്ത ഇത് ഞാൻ ഡ്രോപ്പ് എവരി ഫിയർ എന്ന് പറയുന്ന സംഭവം മാത്രം ഞാൻ കൺട്രോൾ ഷിഫ്റ്റ് ഓ അടിച്ചിട്ട് അതങ്ങ് ഇതാക്കി അങ്ങ് വയ്ക്കാം. ഓക്കെ, പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ വര, അതിന് വേണ്ടി നമുക്ക് ലൈൻ ടൂളുണ്ട്. ലൈൻ ടൂൾ സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട്. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്താൽ കറക്റ്റ് സ്ട്രൈറ്റ് ലൈൻ കിട്ടും. അതേപോലെ അതിൻ്റെ ഫില്ലിൻ്റെ എമൗണ്ട് സ്വല്പം ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. കട്ടി കുറയ്ക്കണേ കുറയ്ക്കാം, ഞാനിപ്പോൾ തൽക്കാലം അങ്ങനെ ഇരുന്നോട്ടെ. ഓക്കെ, ഇനി നിങ്ങൾ W അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഫോട്ടോഷോപ്പിനെക്കാട്ടി നല്ല സ്പീഡിൽ പടപട നമുക്ക് ഡിസൈൻ ചെയ്യാം കേട്ടോ. വീണ്ടും ഞാൻ ഇതിന് ബാക്കി എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത് കോണ്ടാക്റ്റ് നൗ അത് ടൈപ്പ് ചെയ്യാം. ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ മൂവ് ചെയ്ത് ഇവിടെ വയ്ക്കുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, റിമൂവ് ചെയ്ത് കളയുന്നു. കോണ്ടാക്റ്റ് നൗ. ഓക്കെ, അതിൻ്റെ കളറും നമുക്ക് പിക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു കളറിന് കളർ മാറി, ഒന്നും കൂടെ പിക്ക് ചെയ്തിട്ട് ഇത് മാത്രം സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ മൊത്തത്തിൽ ഫ്രെയിമോട് കൂടി മാറിപ്പോവും. സെലക്ട് ചെയ്യുക, കോണ്ടാക്റ്റ് നൗ ഫുള്ള് സെലക്ട് ചെയ്തു. അതിൻ്റെ ഫോണ്ട് ഞാൻ മാറ്റി, ഒരു നോർമൽ ഫോണ്ടാക്കി. ഇതിനെ ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് ലൈൻ ഉള്ളതുകൊണ്ട് പ്രോബ്ലം ഇല്ല, ആ ഒരു കറക്റ്റ് ലൈനിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഇതിലിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആക്കാം. ഓക്കെ, ഇനി W അടിച്ചാൽ കണ്ടോ കോണ്ടാക്റ്റ് നൗ കറക്റ്റ് ആ ഒരു പൊസിഷനിൽ ഇരുന്നോളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും 2 കുത്ത്, അത് കഴിഞ്ഞിട്ട് ഒരു വര. സോ ഇവിടെ സെലക്ട് ചെയ്യുക, പിന്നെ ഒരു ഡാഷ്, ഒരു ലൈന്. അപ്പോൾ ഈ ലൈനിൻ്റെ ഒരു കോപ്പി എടുക്കുക, ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. ഓക്കെ, ഇവിടെ വെച്ചിട്ട് നമുക്ക് ഈ ലൈനിനെ മാക്സിമം ഇൻക്രീസ് ചെയ്ത് ഇതുവരെ കൊണ്ടുപോവുക. ഓക്കെ, എന്നിട്ട് ആ ലൈനിൻ്റെ ഇത് മാറ്റിയിട്ട് വൈറ്റ് ആക്കി കൊടുക്കുക. W അടിച്ച് നോക്കുക, കണ്ടോ. വീണ്ടും ഞാൻ W അടിച്ചു. അടുത്തെന്ത് ആഡ് ചെയ്യാം, അത് ആഡ് ചെയ്തു. പ്രൊവൈഡിങ് എ റേഞ്ച് ഓഫ് കൊമേഴ്സ്യൽ ആൻഡ് റെസിഡൻഷ്യൽ സർവീസസ്, അതിവിടെ ഞാൻ ഡ്രാഗ് ചെയ്ത് ഇവിടെ വെച്ചു. പ്രൊവൈഡിങ് എ range of commercial, അത് ക്യാപ്സ് മാറ്റിയിട്ട് ഫസ്റ്റ് മാത്രം ക്യാപിറ്റൽ ലെറ്ററും COMMERCIAL ആൻഡ് റെസിഡൻഷ്യൽ സർവീസസ് RESIDENTAL. ഓക്കെ, ഇത്രയും ഞാൻ ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അത് കുറച്ച് ഭാഗം കൂടെ മൂവ് ചെയ്യാനുണ്ട്, സ്വല്പം ഒന്ന് മൂവ് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ ഓരോന്നിനും ഓരോ ഫോണ്ട് കൊടുക്കാം. സെലക്ട് ചെയ്തിട്ട് പ്രൊവൈഡിങ് ഇങ്ങനെ ആക്കി. ഇത്രയും വേണമെന്നുണ്ടെങ്കിൽ വേറെ ഇത് കൊടുക്കുക. ഈ റേഞ്ച് ഓഫ് മാത്രം കളർ മാറ്റുകയാണ്. സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലാ പോസ്റ്ററിലും നോക്കിക്കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള അവർക്കൊരു കളർ കാണും. ഇതിനെല്ലാത്തിനും മിക്കവാറും ഈ ഔട്ട്ലൈൻ ഇങ്ങനെയുള്ള സംഭവത്തിനെല്ലാം ആ ഒരു കളർ തന്നെ ആയിരിക്കും. അതിൻ്റെ ലൈൻസിനും അതുപോലെ അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ലെറ്റേഴ്സിനും എല്ലാത്തിനും മെയിനായിട്ടും ആ ഒരു ടൈപ്പ് ഓഫ് ഇത് തന്നെ ആയിരിക്കും. എല്ലാത്തിനും ശ്രദ്ധിക്കുക. ബാക്ക്ഗ്രൗണ്ട് വേറൊരു കളറും ആയിരിക്കും. റേഞ്ചിൻ്റെ റേഞ്ച് വലുതാക്കണ്ട, RANGE റേഞ്ച് ഓഫ്. ഓക്കെ, ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ആക്കിയ സൈസ് വേണമെങ്കിൽ സ്വല്പം ഒന്ന് കുറയ്ക്കാം. പക്ഷെ അതിൽ കാണുന്ന ആ ഒരു രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റില്ല. 20 ആക്കിയിട്ട് മൂവ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പൊസിഷനിൽ വെച്ച് കൊടുക്കാം. ഓക്കെ, പിന്നെ എബൌട്ട് അസ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഡ്രാഗ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇവിടെ സെലക്ട് ചെയ്യുക. ഓക്കെ, എബൌട്ട് അസ് ഇവിടെ തന്നെ വയ്ക്കുക. നമുക്ക് ഈ ലൈൻ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ പ്രോബ്ലം ഇല്ല. ഓക്കെ, എബൌട്ട് അസ്
പിക്ക് ചെയ്തു, ഇവിടെ നിന്ന് പിന്നെ പിക്ക് ചെയ്തെടുത്തു. ഓക്കെ, അതിൻ്റെ അകത്ത് നമുക്ക് ചുമ്മാ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതെടുത്തിട്ട് ചുമ്മാ ഇങ്ങനെ സെലക്ട് ചെയ്യുക, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ വിത്ത് പ്ലേസ് ഹോൾഡർ ടെക്സ്റ്റ് കണ്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ സംഭവങ്ങൾ ഇങ്ങനെ വരും, അതിനെല്ലാം നമുക്ക് വൈറ്റിൽ ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ചുമ്മാ എബോട്ടസിൻ്റെ അകത്ത് എന്തോ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ചു. അതിൻ്റെ അലൈൻമെൻറ്റും അല്ലെങ്കിൽ 2 വരി മതി എന്നുണ്ടെങ്കിൽ 2 വരി മതി, ബാക്കിയെല്ലാം റിമൂവ് ചെയ്ത് കളയുക. ഓക്കെ, W അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതാ പിടികിട്ടിയോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി എന്തെങ്കിലും ഡിസൈൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഡിസൈനും കാര്യങ്ങളൊക്കെ വയ്ക്കാം. ലോഗോ വേണമെന്നുണ്ടെങ്കിൽ ലോഗോയും ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ആഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ലോഗോ വയ്ക്കണമെന്നുണ്ടെങ്കിൽ W അടിച്ചിട്ട് ഇപ്പം എൻ്റെ കയ്യിൽ ലോഗോ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ലോഗോ വെച്ച് കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഡോക്യുമെൻ്റ് ഉണ്ടാക്കുക നമുക്ക് വയ്ക്കാം. ഓക്കെ, ഫയൽ പ്ലേസ് Ctrl+V, ഈ ഒരു ലോഗോ വയ്ക്കാം. ഓക്കെ, പിന്നെ കോണ്ടാക്ട് നൗവിൻ്റെ അകത്ത് വേണമെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് ഫയൽ പ്ലേസ്, അതിൻ്റെ അകത്ത് വേറെ കാര്യങ്ങളെല്ലാം വയ്ക്കാം. ഈ ഐക്കൺസും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്ത് ഇവിടെ സെലക്ട് ചെയ്യുക, ഓട്ടോ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. സ്വല്പം കൂടെ ചെറുതാക്കിയാലും കുഴപ്പമില്ല, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് സ്വല്പം കൂടെ ചെറുതാക്കിയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അതിനടുത്ത് മുകളിലോട്ട് പൊക്കി വെച്ചാലും കുഴപ്പമില്ല. അപ്പോഴത്തേക്ക് ഇതിനുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, സ്വല്പം വേണമെങ്കിൽ വലുതാക്കാം. ഇവിടെ വെച്ച് കൊടുക്കുക, ഫയൽ പ്ലേസ് ഡ്രാഗ് ചെയ്യുക. ഓക്കെ, ഇതില്ലാന്നുണ്ടെങ്കിൽ ഇത് ബ്ലാക്കിൽ ഇത് സത്യം പറഞ്ഞാൽ കറക്റ്റ് ആവത്തില്ല. അപ്പം കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ ഫോട്ടോഷോപ്പിൽ കൊണ്ടുപോയിട്ട് വൈറ്റ് ആക്കി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വൈറ്റ് ആക്കാൻ പറ്റുമോ ഒന്ന് നോക്കാമല്ലോ. നമുക്ക് ഐ ഡ്രോപ്പർ ടൂൾ എടുത്തിട്ട് കണ്ടോ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലും കൂടെ ഇത് കയറി വരുന്നുണ്ട്. ഇതിൽ സെലക്ട് ചെയ്തിട്ട് ഇതിനെ പിക്ക് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. കണ്ടോ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്നുണ്ട്. അപ്പം ഫോട്ടോഷോപ്പാണ് അതിനെല്ലാം നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള. ഫയൽ പ്ലേസ് ഓക്കെ, W അടിച്ച് കഴിയുമ്പോൾ ഇത് നമുക്ക് കിട്ടി.